ആലപ്പുഴ കരുവാറ്റ ദീപ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക വെച്ച് മറന്നു. പ്രസവ ശസ്ത്രക്രിയയിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ കേസെടുത്ത് ഹരിപ്പാട് പോലീസ്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെയാണ് കേസ്. വയറിനുള്ളിൽ പഞ്ഞിശേഖരം വെച്ച് തുന്നിക്കെട്ടി രക്തം കട്ടപിടിച്ചു എന്നാണ് പരാതി. മറ്റൊരു ശസ്ത്രക്രിയയിലൂടെയാണ് ഇത് നീക്കിയത്. നമസ്കാരം, കൊച്ചുകാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വിഷയം വേറൊന്നുമല്ല. ഞാൻ 2 ദിവസം മുമ്പ് ഒരു ന്യൂസ് കാണുകയുണ്ടായി. ആ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരുടെ കലാവിരുതിനെക്കുറിച്ച്. ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തിട്ട് വയറ്റിനകത്ത് കത്രിക മറന്നു വെക്കുക, പഞ്ഞി മറന്നു വെക്കുക, അത്തരത്തിലുള്ള ലീലാവിലാസങ്ങൾ. ഇത് കേരളത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നൊന്നുമല്ല. പക്ഷേ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഒന്ന് രണ്ട് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ നടന്നിട്ടുള്ള ഡോക്ടർമാരുടെ അനാസ്ഥ. ഒന്ന് ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലാണെങ്കിൽ മറ്റൊന്ന് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ. എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നത്? ഇത്തരത്തിൽ സർജറിക്കൊക്കെ എന്ത് വിശ്വസിച്ച് നമ്മൾ പോകും? അതാണ് എൻ്റെ ചോദ്യം. നമുക്കെന്തായാലും ആ വാർത്തകൾ രണ്ടും ഒന്ന് കണ്ടു നോക്കാം. പ്രസവ ശസ്ത്രക്രിയയിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയ ഡോക്ടർക്കെതിരെ കേസെടുത്ത് ഹരിപ്പാട് പോലീസ്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെയാണ് കേസ്. വയറിനുള്ളിൽ പഞ്ഞിശേഖരം വെച്ച് തുന്നിക്കെട്ടി രക്തം കട്ടപിടിച്ചു എന്നാണ് പരാതി. മറ്റൊരു ശസ്ത്രക്രിയയിലൂടെയാണ് ഇത് നീക്കിയത്. സിസേറിയൻ ചെയ്തിട്ട് ഇവർ കുഞ്ഞിനെ എടുത്തു, പക്ഷെ മറ്റേ പ്ലാസന്റ അതിനകത്തിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇവിടെ മുതൽ ഇവിടെ വരെ ഓപ്പറേഷൻ ചെയ്ത് വെച്ചേക്കും. അതിൻ്റെ കൂട്ടത്തിൽ വേദന, നടുവേദന. അപ്പോൾ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. വയറ്റിനകത്ത് പഞ്ഞി മറന്നു വെച്ചിരിക്കുന്നു ഡോക്ടർ. സർജറിക്കിടെ വയറ്റിൽ പഞ്ഞി മറന്നു വെച്ചിരിക്കുന്നു. എന്തോന്നിടയതല്ല. നീയൊക്കെ എന്താലോചിച്ചിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്? മനസ്സിലാവുന്നില്ല. പഞ്ഞിയൊക്കെ വയറ്റിനകത്ത് വെച്ച് തുന്നിക്കെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവന് പോലും വിലയില്ലേ. ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആശുപത്രിയിലേക്ക് വന്നത്. ഇപ്പോൾ ജീവൻ പോകുമോ എന്നുള്ളൊരു ഭയമായി മാറിയിട്ടുണ്ട് ജനങ്ങൾക്ക്. എന്തായാലും ബാക്കിയും കൂടി ഒന്ന് കേട്ടു നോക്കാം. ആലപ്പുഴ പെണ്ണൂക്കര സ്വദേശിയായ 28-കാരിക്കാണ് ദുരവസ്ഥ. ജൂലൈ 23-നാണ് യുവതി വയറുവേദനയെ തുടർന്ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നത്. പ്രസവ വേദനയാണെന്ന് പറഞ്ഞ ഡോക്ടർ സിസേറിയൻ നടത്തി. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ യുവതിയുടെ ശരീരത്തിൽ നീരുവെച്ചു. രക്തക്കുറവ് മൂലമെന്നായിരുന്നു ഡോക്ടർ ആദ്യം പറഞ്ഞത്. രക്തം എത്തിച്ചു നൽകിയിട്ടും മാറ്റമൊന്നും ഉണ്ടാകാതെ വന്നതോടെ യുവതിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സ്കാനിംഗിലാണ് ശസ്ത്രക്രിയ നടത്തിയ ഭാഗത്ത് രക്തം കട്ടപിടിച്ചതായും മെഡിക്കൽ വേസ്റ്റ് ഉള്ളതായും കണ്ടെത്തിയത്. ഈ മാസം 6-ന് വീണ്ടും ശസ്ത്രക്രിയ നടത്തിയാണ് പഞ്ഞി ഉൾപ്പെടെ മെഡിക്കൽ വേസ്റ്റുകൾ നീക്കം ചെയ്തത്. നടപടി ആവശ്യപ്പെട്ട് യുവതിയുടെ അമ്മ ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചു. ഡോക്ടർ എന്നോട് പറഞ്ഞു, അമ്മ ഇതിനകത്ത് വേസ്റ്റ് കിടപ്പുണ്ട്, പിന്നെ രണ്ടാമത് ഒരു ഓപ്പറേഷനും കൂടെ ചെയ്തെങ്കിൽ ഇതെടുത്ത് കളയാൻ അമ്മ വിഷമിക്കണ്ട, ഈ രണ്ടാമത്തെ ഓപ്പറേഷൻ കഴിയുമ്പോൾ അമ്മ കുഞ്ഞിന്റെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞോളാമെന്ന് പറഞ്ഞു. യുവതിയുടെ ദുരവസ്ഥയ്ക്ക് കാരണക്കാരിയായ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ വനിതാ ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെ പോലീസ് കേസെടുത്തു. ഡോക്ടറുടെ വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. മെഡിക്കൽ ബോർഡ് ചേർന്ന ശേഷമാകും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ സിസേറിയന് വിധേയ ഒരു സ്ത്രീക്കാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. കുഞ്ഞിനെ അവർ പുറത്തെടുത്തു, പക്ഷേ പഞ്ഞി അവർ പുറത്തേക്ക് എടുത്തില്ല. അത് വെച്ച് തുന്നിച്ചേർത്തു. ഈ ഒരു അനാസ്ഥ മൂലം ഈ ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആര് ഉത്തരവാദിത്തം പറഞ്ഞേനെ? അതാണ് എൻ്റെ ചോദ്യം. ആര് ഉത്തരവാദിത്തം പറഞ്ഞേനെ? ഈ ഡോക്ടർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ മാറേണ്ടതായിട്ടിരിക്കുന്നു. ഇത്തരം ആളുകളെയൊക്കെ സർവീസിൽ നിന്നും പുറത്ത് കളയണം. ജന്മത്ത് ഇവർക്ക് ആരെയും ചികിത്സിക്കാനുള്ള ലൈസൻസ് പോലും കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്തിനാണ് ഈ വണ്ടികളുടെയൊക്കെ ഫിറ്റ്നസ് നമ്മൾ നോക്കത്തില്ലയോ? 15 വർഷമാണ് നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫിറ്റ്നസ് ഉള്ളത്. അതേപോലെ ഇത്ര കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇവരുടെ കരിയറൊക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു അനാസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു അനാസ്ഥ. അത് വേറെ ഒന്നല്ല, കത്രിക വയറ്റിൽ മറന്നു വയ്ക്കുക. കത്രിക ആലോചിക്കണം.
എന്തായാലും നമുക്ക് അതിൻ്റെ വാർത്ത കൂടി ഒന്ന് കണ്ടുനോക്കാം. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതായി ഹരിപ്പാട് കരുവാറ്റയിലെ ദീപ ഹോസ്പിറ്റലിനെതിരെയും പരാതി. കത്രിക പുറത്തെടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിലൂടെ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയായ കേസും ദീപ ഹോസ്പിറ്റലിനെതിരായ പരാതിയും കായംകുളം ഡിവൈഎസ്പി അന്വേഷിക്കും. ഹരിപ്പാട് താമല്ലാക്കൽ സ്വദേശിയുടെ കുടുംബമാണ് കരുവാറ്റയിലെ ദീപ ഹോസ്പിറ്റലിനെതിരെ പരാതി നൽകിയത്. ഓഗസ്റ്റ് 2-ന് പ്രസവ ശസ്ത്രക്രിയ നടത്തി ഒരാഴ്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി. 15-ാം തീയതി അസഹ്യമായ വയറുവേദനയെ തുടർന്ന് വീണ്ടും ആശുപത്രിയിലെത്തിയെങ്കിലും സ്കാനിംഗ് ഉൾപ്പെടെ നടത്തി കുഴപ്പമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കത്രിക വയറ്റിലുള്ളതായി കണ്ടെത്തിയതും സർജറിയിലൂടെ പുറത്തെടുത്തതും. ദീപ ഹോസ്പിറ്റലിലെ ഡോക്ടർ വിജയകുമാറിനെതിരെയാണ് പരാതി. സർജറി ചെയ്ത് വെളിയിലെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ സാധനമാണെന്ന് നമ്മൾ അറിയുന്നത്. വൈഫ് ICUലായിരുന്നു. ഇപ്പോൾ 2 ദിവസമായുള്ളൂ ഇങ്ങോട്ട് മാറ്റിയിട്ട്. അതിനുശേഷമാണ് നമ്മൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർക്കെതിരായ കേസും ദീപ ഹോസ്പിറ്റലിനെതിരായ പരാതിയും കായംകുളം ഡിവൈഎസ്പി അന്വേഷിക്കും. അതേസമയം തനിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ജെയിൻ ജേക്കബ് പ്രതികരിച്ചു. ഹെമറ്റോമയുടെ സൈസ് കുറയാത്തതിനാൽ അവരത് വൂണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഹെമറ്റോമ ഇവാക്യുവേറ്റ് ചെയ്ത് പേഷ്യൻറ്റിനെ 1-2 ദിവസം പോസ്റ്റ് ഓപ്പറേറ്റീവ് ICUലും പിന്നീട് വാർഡിലും കിടത്തി പേഷ്യൻറ്റിന് സുഖമായി ഡിസ്ചാർജ് ചെയ്ത്. ഇതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞ വിവരം. അല്ലാതെ പ്രചരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ സത്യമല്ല എന്നാണ്. ഈ 2 സംഭവം നടന്നിരിക്കുന്നത് ഹരിപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒന്ന് താലൂക്ക് ആശുപത്രിയിലും ഒന്ന് ദീപ ഹോസ്പിറ്റലിലും വെച്ചാണ് ഈ 2 അനാസ്ഥകളും നടന്നിട്ടുള്ളത്. ഈ ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങൾ വിട്, കേരളത്തിൽ ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ കൂടുതലാണ്. എവിടെ നിന്നാണ് നിങ്ങൾ MBBS ഒക്കെ എടുത്ത് പുറത്തേക്ക് വരുന്നത്? ജനങ്ങൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, ഇതിനെയൊക്കെ നമ്മൾ ഗുരുതരമായിട്ട് തന്നെ കാണണം. നമ്മുടെ കേരളത്തിലൊരു എന്താ പറയുക, ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നൊരു സാമാനം ഉണ്ടോ? ഇത്തരം ആളുകളൊക്കെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കുകയും വേണം. ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെതിരെ നടപടി എടുക്കുകയും ആ സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടിന് കോമ്പൻസേഷൻ കൊടുക്കുകയും വേണം. ഇതൊക്കെ ആരോട് പറയാൻ? കാശുള്ളവന് ഓഹോ, കാശില്ലാത്തവന് കാശില്ലാത്തവൻ നിയമത്തിൻ്റെ പുറകെ പോകത്തില്ല എന്നുള്ളൊരു ധൈര്യം അതിപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് പറയാം, നിയമവ്യവസ്ഥ മാറണം. നിയമവ്യവസ്ഥ മാറിക്കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള വ്യാജന്മാരെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.